യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനം കുടുംബമാണ്. സഭയുടെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. മാതാപിതാക്കന്മാരും മക്കളും ഒന്നുചേരുമ്പോഴാണ് കുടുംബം രൂപപ്പെടുന്നത്. കുടുംബത്തിൻ്റെ ശിഥിലീകരണം, കുടുംബത്തിൻ്റെ തകർച്ചകൾ സഭയെയും സമൂഹത്തെയും ഒക്കെ ഒത്തിരിയേറെ ബാധിക്കുന്നുണ്ട്. ഒത്തിരിയേറെ തകർന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഡിവോഴ്സ് കേസുകൾ, വിവാഹമോചനത്തിൻ്റെ കേസുകൾ, വിവാഹ ജീവിതമൊക്കെ അവസാനിപ്പിച്ചവർ, വേർപിരിഞ്ഞവരൊക്കെ ഉണ്ട്. അങ്ങനെ പൊതുവായിട്ട് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുൻപോട്ട് പോകും. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ഒരിക്കലും തകർക്കാനായിട്ട് പിശാചിന് പറ്റില്ല. ദൈവഭക്തിയാ നിറഞ്ഞ കുടുംബങ്ങള്, മാതാപിതാക്കളും മക്കളും അവര് നിലനിൽക്കും, ഉയർച്ച പ്രാപിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27:3 ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢതയില്ല, തീഷ്ണതയില്ല, അങ്ങനെയുള്ള ഭവനങ്ങൾ അതിവേഗം നശിക്കും. ദൈവഭക്തിയുള്ള കുടുംബം, പ്രാർത്ഥനയുള്ള കുടുംബം, വിശ്വാസ ജീവിതത്തിന് അടിയുറച്ച് മുൻപോട്ട് പോകുന്ന കുടുംബങ്ങള് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയും വചനവും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഖുദാശ ജീവിതം, വിശുദ്ധ കുർബാന, ഇത് ഇങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ആ കുടുംബത്തെ യേശുവിന് നയിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. കുടുംബത്തില് പ്രാർത്ഥന, വചനം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബ ബന്ധങ്ങളുടെ ആ തകർച്ചയുടെ പിന്നില് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന് സ്നേഹത്തിന്റെ ശൂന്യതയാണ്. മറ്റൊന്ന് സമ്പത്തായിരിക്കാം, അല്ലെ പല കാരണമുണ്ട്, വ്യത്യസ്തമായ പല കാരണങ്ങൾ. മദ്യപാനം, സംശയരോഗം, സാമ്പത്തിക തകർച്ച, ഭാര്യാഭർത്താക്കന്മാരുടെ തെറ്റായ ബന്ധങ്ങൾ, പല കാരണമുണ്ട് കുടുംബങ്ങൾ തകർന്നു പോകാൻ. ഏതു കാരണത്താൽ ഏത് കുടുംബം തകർന്നാലും ആ കുടുംബത്തെ വീണ്ടും വീണ്ടും പുനരുദ്ധരിക്കുവാൻ യേശുവിന് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ക്രൈസ്തവ കുടുംബത്തിന് ഏറ്റവും വലിയ മാതൃകയായിട്ട്
ഈശോയും മാതാവും ഔസേപ്പിതാവുമുള്ള തിരുക്കുടുംബമാണ്. അതിലെ ഓരോ വ്യക്തികളെയും നമ്മൾ കാണുക. ആദ്യം ഔസേപ്പിതാവ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 19-ാം വചനം ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനമാണ്. ഔസേപ്പ് നീതിമാനായിരുന്നു. ഔസേപ്പ് നീതിമാനായിരുന്നു. ഒരു കുടുംബത്തിന്റെ നാഥൻ നീതിമാനായിരിക്കണം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു കുടുംബത്തിന്റെ നാഥൻ നീതിമാനായിരിക്കണം, നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം, സത്യസന്ധനായിരിക്കണം, മക്കൾക്ക് മാതൃകയുള്ള വ്യക്തിയായിരിക്കണം, നീതി വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാത്ത വ്യക്തിയായിരിക്കണം കുടുംബത്തിന്റെ നാഥൻ. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകത്തിൽ കുടുംബനാഥനുണ്ട്. കുടുംബനാഥന്മാര് ദൈവഭക്തിയില്ല, വിശ്വാസമില്ല, മദ്യപാനം, തോന്നിവാസ ജീവിതം, ആ കുടുംബം നശിച്ചു പോകും. ഔസേപ്പ് നീതിമാനായിരുന്നു, നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയാ. മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഔസേപ്പ് പിതാവ് ചിന്തിച്ചു, രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിക്കാം. പരസ്യമായിട്ട് മറിയത്തിന് അപമാനം ഏൽക്കുവാനായിട്ട് നീതിമാനായ ജോസഫ് ആഗ്രഹിച്ചില്ല. നീതിമാനായ ജോസഫ് ചിന്തിച്ചതാ, മറിയത്തിന് സമൂഹത്തിൽ ഒരു അപമാനം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഇനി മറിയത്തിലേക്ക് വന്നേ. മറിയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലൂക്കാസ് വിശേഷത്തില് 1:28 ദൈവദൂതൻ മറിയത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയുവാണ്, ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി, ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി. ജോസഫ് നീതിമാൻ, പരിശുദ്ധ മറിയം ദൈവ കൃപ നിറഞ്ഞവൾ. ദൈവ കൃപ നിറഞ്ഞ മറിയവും നീതിമാനായ ജോസഫും, മനോഹരമായൊരു കുടുംബം അവിടെ പടുത്തുയർത്തപ്പെടുകയാണ്. പിന്നെ ഈശോ ദൈവമാണ്. ഒരു കുടുംബത്തില് ഒരു പിതാവ് എങ്ങനെ ആയിരിക്കണം, ഒരു മാതാവ് എങ്ങനെ ആയിരിക്കണം, അമ്മമാരെങ്ങനെ ആയിരിക്കണം? കൃപ നിറഞ്ഞ അമ്മമാരായിരിക്കണം. കൃപ നിറഞ്ഞ ഒരമ്മ വീട്ടിലുണ്ടോ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാൻ 3-4 വർഷം മുൻപ്, 4 വർഷമായി, ഓസ്ട്രേലിയയിൽ ഒരു 4 കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ മെൽബണിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ, ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നു. ആ മകൻ അവിടുത്തെ കൺവെൻഷന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ചെറുപ്പക്കാരൻ, 40 വയസ്സടുത്തുണ്ട്. എന്നോട് ആ മകൻ പറഞ്ഞു, ബ്രദറെ, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, എൻ്റെ വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? ആ കൺവെൻഷൻ ഞാൻ ഫ്രീ. ഞാൻ പറഞ്ഞു വരാം, കാരണം ആ വഴിയാണ് എനിക്ക് പോകേണ്ടതും. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൻ്റെ കൂടെ ഞാൻ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്. ഒറ്റ മകളേ ഉള്ളൂ, 9-ാം ക്ലാസ്സിൽ മറ്റേ പഠിക്കുന്നൊരു പെൺകുട്ടി. പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഈ ഒരു കുട്ടിയുള്ള വേറെ മക്കളില്ലേ? വേറെ മക്കളില്ല, ഒരു കുട്ടിയേ ഉണ്ടായുള്ളൂ. വേറെ കുഞ്ഞുങ്ങൾ വേണം, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ ഒരു കുട്ടിയെ ഞങ്ങൾക്കുണ്ടായുള്ളൂ. അപ്പം ഒരു കുട്ടി മാത്രം ഉള്ളതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നിട്ട് ആ മകൻ പറഞ്ഞു, എനിക്ക് ബ്രദറിനോട് വെച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. ആ മകൻ്റെ കുടുംബത്തെക്കുറിച്ച്, അതായത് അവൻ്റെ ഫാമിലി, അവൻ്റെ അപ്പൻ, അമ്മ, 3 സഹോദരങ്ങൾ, ആ കുടുംബത്തെക്കുറിച്ച് അവൻ പറയുന്നു. അപ്പനും അമ്മയും നാട്ടിലാണ്. ഞങ്ങൾ 3 മക്കളുണ്ട്. ഞങ്ങൾ 2 പേര് ഓസ്ട്രേലിയയിലുണ്ട്, ഒരാള് UK യിലാണ്. 3 ആൺമക്കളുള്ളൂ, എല്ലാവരും വിദേശത്താണ്. അപ്പനും അമ്മയും തന്നെ നാട്ടിലുള്ളൂ. ആ മകൻ പറയുകയാണ്, എൻ്റെ അപ്പൻ നീതിമാനാണ്, പരിശുദ്ധനായ ഒരപ്പനാണ്. എൻ്റെ അപ്പൻ നീതിമാനാണ്, പരിശുദ്ധനായ ഒരപ്പനാണ്. ആ അപ്പനാണ് ഞങ്ങൾ 3 മക്കളെയും വളർത്തിയത്. ഞാൻ ചോദിച്ചു, എന്താ അതിൻ്റെ കാരണം? ഉടനെ ആ മകൻ പറയുകയാണ്, ബ്രദറെ, വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ അമ്മ ബഹളം വെച്ചു. അമ്മ മാനസരോഗിയായിരുന്നു. ശരിക്കും എൻ്റെ അപ്പച്ചനെ ചതിച്ചുകൊണ്ട് നടന്നൊരു വിവാഹമായിരുന്നു.
ആദ്യ രാത്രി തന്നെ മാനസരോഗിയായ അമ്മ ബഹളമായി, ഭയങ്കര പ്രശ്നമായി. ആ മകൻ പറയുക, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എല്ലാവരും പറഞ്ഞു അവളെ പിറ്റേ ദിവസം തന്നെ വീട്ടിലാക്കണം, ഈ വിവാഹം വേണ്ട. പക്ഷേ എൻ്റെ അപ്പൻ പറഞ്ഞതാണ്, ഞാൻ അവളെ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ഭാര്യയായിട്ട് സ്വീകരിച്ചതാ, ഇനി എനിക്ക് മറ്റൊരു ഭാര്യയില്ല, മാനസരോഗിയാണെങ്കിലും എനിക്ക് ഇവളെ മതി. ആ മകൻ പറയുക, എൻ്റെ അപ്പൻ ഒരു നീതിമാനായ അപ്പനാ, പരിശുദ്ധനാണ്, മാനസരോഗിയായ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഒരപ്പൻ. ഇങ്ങനെ അപ്പന്മാരുണ്ട്. ഇത്രമാത്രം നീതിമാനായിട്ട് ജീവിക്കുന്ന അപ്പൻ ഇത് പറയുമ്പോൾ ഈ മകന്റെ കണ്ണിലൂടെ ചുടുകണ്ണീരൊഴുക. അപ്പന്റെ കാര്യം പറയുമ്പോൾ അത്രയ്ക്ക് സ്നേഹനിധിയാണ്. അമ്മയെ അതുപോലെ ജീവനത്തിൽ സ്നേഹിക്കുക. എല്ലാവരും ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് ഉപേക്ഷിച്ചില്ല. ഏതെങ്കിലും ഒരു പുരുഷൻ ചെയ്യുന്ന കാര്യമാണ്. വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ തുടങ്ങിയതാണ്. ഇപ്പോൾ അപ്പന് 70 വയസ്സ് പ്രായമായി. വീട്ടിൽ ഒരു സ്ത്രീ വന്ന് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തരും. ഇപ്പോഴും അമ്മയ്ക്ക് മാനസിക രോഗമുണ്ട്. ഈ അടുത്ത നാളില് അമ്മ ഒന്ന് ബാത്റൂമിൽ വീണ് ഇടുപ്പല്ലെല്ലാം പൊട്ടി ഓപ്പറേഷൻ ചെയ്ത് കിടന്ന കിടപ്പില് അമ്മ കിടക്കുകയാണ്. ഈ അമ്മയുടെ മലമൂത്രം വിസർജനം എടുക്കുന്നതും അമ്മയെ പല്ല് തെപ്പിക്കുന്നതും എൻ്റെ അമ്മയെ നോക്കുന്നതൊക്കെ എൻ്റെ അപ്പനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നീതിമാനായ മനുഷ്യനാ, എത്ര പരിശുദ്ധനായ മനുഷ്യനാ. ഒരു മകൻ അപ്പനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമായത്, എൻ്റെ അപ്പൻ നീതിമാനാ, എൻ്റെ അപ്പനൊരു പരിശുദ്ധനാ. ഇടയ്ക്ക് ഈ 3 ആൺമക്കളും മാറി മാറി വീട്ടിൽ പോകും. പ്രായമായ ഈ അമ്മച്ചിയെ അപ്പനെയൊക്കെ അടുത്ത് പോയി കുറേ ദിവസമൊക്കെ നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ സങ്കടമാണ് അപ്പൻ്റെ കാര്യം ഓർക്കുമ്പോൾ. വർഷങ്ങളായിട്ട് ഈ അമ്മയെ സ്നേഹിക്കുന്ന, ജീവന തുല്യം സ്നേഹിക്കുന്ന പിതാവിനെ കുറിച്ചാണ് ഈ മക്കൾക്ക് പറയാനുള്ളത്. ഒരു കുടുംബത്തിന്റെ പിതാവ് നീതിമാനായിരിക്കണം, സത്യസന്ധനായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരപ്പൻ കുടുംബത്തിന് വേണ്ടി ബലിയായിട്ട് തീരേണ്ട വ്യക്തി തന്നെയാണ്. പലപ്പോഴും പല കുടുംബത്തിലെ അപ്പന്മാര് സിംഹത്തെ പോലെയാണ്. ഭരിക്കുക, ഭാര്യയെ ഭരിക്കുന്നു, മക്കളെ ഭരിക്കുന്നു, മക്കളെ വരച്ച വരെ നിർത്തുന്നു. എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൻ വരുന്നെന്ന് കേൾക്കുമ്പോൾ മക്കള് ഓടി മുറിക്കകത്ത് കയറും. പല കുടുംബത്തെയും അനുഭവങ്ങളാണ്. ചില കുടുംബത്തിലൊക്കെ മദ്യപിച്ചിട്ട് ഭർത്താക്കന്മാർ വന്നിട്ട് ഭാര്യയെ തല്ലുന്നു, ചീത്ത വിളിക്കുന്നു, മക്കളെ ചീത്ത വിളിക്കുന്നു. എന്തെല്ലാം വിഷയങ്ങളാണ്. കുടുംബത്തില് മദ്യപാനം അരങ്ങേറുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികള് പിതാക്കന്മാര് ചെയ്താൽ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവത്തില്ല. കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ പറയും, ആദ്യം അപ്പൻ നന്നാകണം. എല്ലാവരും വീട്ടില് ഭാര്യയും അല്ലെ അമ്മമാരെ നന്നാക്കാൻ നടക്കുക. എല്ലാവരും ഭാര്യ നന്നാവട്ടെ, അവള് നന്നായ കുടുംബം നന്നാവും, അവള് നന്നായ എല്ലാം ശരിയാകും. ഞാൻ പറയും, ആദ്യം കുടുംബത്തിൽ നിന്നാണ് അപ്പൻ നന്നാണ്. ഒരു കുടുംബത്തിലെ അപ്പൻ നന്നായാൽ ആ അപ്പനിലൂടെയാണ് കുടുംബത്തിലേക്ക് ദൈവ കൃപയുടെ സമൃദ്ധി ഒഴുകുന്നത്. കാരണം വചനപ്രകാരം കുടുംബത്തിന്റെ നാഥൻ അപ്പന, അമ്മയല്ല. പുരുഷൻ സ്ത്രീയുടെ ശിരസാണെന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ നട്ടെല്ല് പുരുഷനാ, ഭർത്താവാ. ഇവിടെ ആദ്യം നന്നാകേണ്ടത് ഭർത്താക്കന്മാരാ, കെട്ടിയമാരാദ്യം നന്നാകേണ്ടത്. കുടുംബത്തിന്റെ നാഥൻ അപ്പൻ ആദ്യം ശരിയാകണം, അപ്പോൾ കുടുംബം ശരിയാകും. മക്കളെ നന്നാക്കുക, ഭാര്യ നന്നാക്കാനാണ് പലർക്കും ഇഷ്ടം. ആദ്യം സ്വയം ഒന്ന് നന്നാകണം. മദ്യപാനവും പാപത്തിന് വഴിയൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാവ്. മക്കൾക്ക് വേണ്ടി ഒന്ന് മുട്ട നിൽക്ക്. മക്കൾക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം ഒന്ന് മാറ്റിവെച്ച് ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര അപ്പന്മാരുണ്ട്. 4 നേരം തിന്ന് വയറ് നിറയ്ക്കുന്ന ഒത്തിരി അപ്പന്മാരുണ്ട്. മക്കൾക്ക് വേണ്ടി മുട്ടയിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര അപ്പന്മാരെ കാണാനുണ്ട്. അങ്ങനെ ഒരപ്പൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയാൽ ആ കുടുംബത്തിലെ മക്കളെ ദൈവം അനുഗ്രഹിച്ചുയർത്തും. ഒരു കുടുംബം തകരുന്നുവെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണത്തിലേക്ക് ആദ്യം വിരൽ ചൂണ്ടുന്നത് അപ്പന്റെ ജീവിതത്തിന്റെ മേല. ഹല്ലേലൂയ. ഒരു കുടുംബത്തിന്റെ അപ്പൻ ഇങ്ങനെ ആയാൽ ആ കുടുംബത്തിലെ മക്കളെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചുയർത്തും.
ഇവിടെ മാറ്റമുണ്ടാകേണ്ടത് ആദ്യം ആർക്കാണ്? ഭാര്യക്കാണോ? അല്ല, ഞാൻ പറയും ഭർത്താവിനെ മാറ്റം ഉണ്ടാകേണ്ടത്. പ്രാർത്ഥിക്കുന്ന അപ്പന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും കരഞ്ഞു പ്രാർത്ഥിക്കുന്നതൊക്കെ മക്കള് കാണട്ടെ, മക്കള് കാണട്ടെ. ഇത് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാകും, എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന അപ്പനാ. നന്നായിട്ട് ജീവിക്കണം. നമുക്ക് വേണ്ടെന്നേ മദ്യപാനവും പുകവലിയും പാപത്തിന്റെ വഴികളും ചീത്ത വിളിയും തോന്നിവാസം ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് കർത്താവിനോട് ചേർന്നുള്ള ജീവിതം വേണമെന്ന് ആദ്യമേ കുടുംബനാഥന്മാർ തീരുമാനിക്കണം. ഹല്ലേലൂയ. ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നു. പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ഭാര്യമാരും അമ്മമാരും പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. നിങ്ങളുടെ കൈവശം എപ്പോഴും ജപമാല ഉണ്ടായിരിക്കണം. ജപമാല ചൊല്ലി പരിശുദ്ധ മാതാവിന്റെ കൂട്ടുപിടിച്ചോ, നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. നിങ്ങളുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അമ്മമാരെ വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നാൽ മക്കൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. പല അമ്മമാരും കണ്ണുനീരോടെ വന്ന് പറയുന്നുണ്ട്, മക്കൾ വഴി വിട്ടുപോയിരിക്കുന്നു. വളർത്തി വലുതാക്കിയ പെൺമക്കൾ വിജാതിന്റെ കൂടെ പോയിരിക്കുന്നു. എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നല്ലേ? വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. എന്താ ഈ വചനം അർത്ഥമാക്കുന്നത്? ഇത് ഈ വിശപ്പ് നമ്മുടെ ശരീരത്തിന്റെ ഒരു വിശപ്പല്ല. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്താക്കി. ഈ വിശപ്പ് വചനത്തിനു വേണ്ടിയുള്ള വിശപ്പാണ്. വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവം, ഏറ്റവും വിശിഷ്ടമായ വിഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതാണല്ലോ യേശു പറയുന്നത്. കല്ലുകളെ അപ്പമാക്കാനായിട്ട് പിശാച് പറയുമ്പോൾ യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. നമ്മുടെ വിശപ്പിന്, ആത്മീയ വിശപ്പിനും നമ്മുടെ ശരീരത്തിന്റെ വിശപ്പിനും ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈവത്തിന്റെ വചനമാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവൻ സംതൃപ്തരാക്കി. നമ്മളെ സംതൃപ്തരാക്കുവാൻ, നമ്മുടെ വിശപ്പടക്കുവാൻ ഏറ്റവും നല്ലത് ദൈവത്തിന്റെ വചനമാണ്. സങ്കീർത്തനം 81:10, നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. കർത്താവ് നമുക്ക് ഭക്ഷിക്കാൻ തരുന്നത് അവിടുത്തെ വചനമാണ്. നമ്മുടെ ആത്മീയ വിശപ്പിന് അവിടുന്ന് തരുന്നത് വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഭക്ഷിക്കുവാനുള്ളൊരു ദാഹം, എപ്പോഴും എപ്പോഴും വചനത്തിലായിരിക്കുവാനുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എത്രയെത്രയോ പേരുമായിട്ട് കണ്ടുമുട്ടിയിരിക്കുന്നു, അനേകം വ്യക്തികൾ. പക്ഷേ ആത്മീയ മനുഷ്യരാണെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അവർക്ക് ദൈവത്തിന്റെ വചനത്തോടുള്ള ദാഹമില്ല. അവർ നല്ല മനുഷ്യരാണ്, അത്യാവശ്യം പ്രാർത്ഥന ജീവിതമൊക്കെ ഉണ്ട്. പക്ഷേ വിശുദ്ധ ബൈബിളുമായിട്ടോ വചനവുമായിട്ടോ വലിയ ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു അഭിഷേകമില്ലെന്നുള്ളതാണ്. ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് നിങ്ങൾ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മനസ്സുകൾ രൂപാന്തരപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിങ്ങളെ മാറ്റുവാൻ സാധിക്കൂ. ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ അതോടൊപ്പം ദൈവത്തിന്റെ ആത്മാവും നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് ദൈവാനുഭവം തരുന്നതും ഇവിടെയുള്ള ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതും മാനസാന്തരപ്പെടുത്തുന്നതെല്ലാം പരിശുദ്ധാത്മാവായ ദൈവമാണ്. വചനം തന്നുകൊണ്ട് വിടുതലും സൗഖ്യവും അത്ഭുതങ്ങളും ഒക്കെ നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമുയർത്തി പിടിച്ച് ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്ക 1:38 പറഞ്ഞേ. ലൂക്ക 1:38. ലൂക്ക 1:38. ദൈവത്തിന് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും ഒരിക്കൽ അസാധ്യമല്ല. കൂടി ഉച്ചത്തിൽ പറഞ്ഞേ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമാക്കുന്നവനായ ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യുന്നത് വചനത്തിലൂടെയും വചന ശുശ്രൂഷകൾ എവിടെ നടക്കുന്നോ അവിടെയുമാണ്. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ കോവിഡിന് മുൻപ് മാതാപിതാക്കന്മാര് മക്കളോട് പറയും, മക്കളെ മൊബൈൽ ഫോൺ എടുക്കരുത്, തുടരുന്ന് പറയും. കോവിഡ് മൂത്ത് കഴിഞ്ഞപ്പോഴോ പിള്ളേർക്കെല്ലാം മൊബൈൽ മേടിച്ചു കൊടുത്തല്ലേ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് വരെ മൊബൈൽ മേടിച്ചു കൊടുക്കേണ്ട ഗതികേടുണ്ടായി. ശരിയാണോ? ആണോ? ഇപ്പൊ എന്ത് സംഭവിച്ചു? എല്ലാവരുടെ കയ്യിലും മൊബൈല്, ഇല്ലാത്തതൊന്നുമില്ല. അങ്ങനെ വന്ന് ഉള്ള ആധ്യാത്മികത മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പിശാച് അവന്റെ സകല പരിപാടികൾ ലോകത്തിൽ ഇണക്കിക്കൊണ്ടിരിക്കുക, മനുഷ്യരിലൂടെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ വചനമെന്ന് കേൾക്കുവാൻ, ഈ വചന കൂടാരത്തില് വന്നിരുന്ന കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനായിട്ട് മനസ്സില്ല പലർക്കും. ഈ വചനത്തിന്റെ ശക്തിയോ ദൈവവചനയുടെ ശുശ്രൂഷയുടെ മഹത്വമോ ക്രൈസ്തവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ ആളായിരുന്നേ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപകടകരമായ ഒരു പോക്കിലേക്കാണ്. ഈ പോക്ക് പോയാൽ എങ്ങനെയൊക്കെ ആയിത്തീരും അറിയത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ യുവതിയുവാക്കന്മാർ. എത്രയോ കുട്ടികള് മദ്യത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാർ യേശുവിനെ കൊടുത്തില്ലെന്നുള്ള തെറ്റ് തന്നെയാണ്. പല കുടുംബത്തിലും അപ്പന്മാർക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ താല്പര്യമില്ല, ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യമില്ല. മദ്യപാനവും ലോകത്തിന്റെ വഴികളുമായിട്ട് അപ്പൻ ജീവിക്കുമ്പോൾ മക്കൾ എങ്ങനെയാ ദൈവത്തിലേക്ക് വരുന്നത്? ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യ. ഇതിന്റെ തിക്ത ഫലങ്ങള് വരും കാലഘട്ടങ്ങളിൽ വലിയ ഒരു വിശ്വാസത്തിന്റെ ഒരു തകർച്ച തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മള് നല്ല തുക മുടക്കി വലിയ ദേവാലയങ്ങൾ പണിതിട്ടുണ്ട്. വലിയ ദേവാലയങ്ങൾ. ഇപ്പോൾ 50 അല്ലെ 60 വയസ്സുള്ള ഈ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് 10, 20, 25 കൊല്ലം കഴിയുമ്പോൾ അടുത്ത ഒരു ജനറേഷൻ, അതിന്റെ പിന്നത്തെ ഒരു ജനറേഷൻ ഈ ദേവാലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ എത്രമാത്രം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊക്കെ തീഷ്ണമായിട്ട് ആഗ്രഹിച്ച് ദേവാലയം പണിയുന്നു, ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു 10-60 വയസ്സിനൊക്കെ പ്രായമുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10, 15, 20, 25 വയസ്സുള്ള ഇന്നത്തെ യുവതിവാക്കന്മാർക്ക് എത്രമാത്രം ആധ്യാത്മികതയുണ്ട്, വചനത്തോട് ദാഹമുണ്ട്, പ്രാർത്ഥന താല്പര്യമുണ്ടെന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കുന്നുള്ളതാ. ഇവിടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീർ പ്രാർത്ഥനയല്ലാതെ ഈ മക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് മറ്റൊരു മാർഗവുമില്ല. അത് മാത്രമേ വഴിയുള്ളൂ. മാതാപിതാക്കന്മാരുടെ ഹൃദയം നിറങ്ങിയുള്ള പ്രാർത്ഥനയും കണ്ണുനീരുമല്ലാതെ ഈ മക്കളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ, വചനത്തിലേക്ക് നയിക്കുവാൻ മറ്റൊരു മാർഗങ്ങളുമില്ല. ഹല്ലേലൂയ. ഇവിടെ മാതാപിതാക്കന്മാര് ഹൃദയം പൊട്ടി ദൈവസന്നിധി കരയേണ്ടിയിരിക്കുന്നു, ഹൃദയം തുറുകി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വചനത്തിന് ആദ്യം സാക്ഷികളായിട്ട് മാറേണ്ടത് മാതാപിതാക്കന്മാർ തന്നെയാണ്. നമ്മൾ മക്കളെ മര്യാദ പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ മാതാപിതാക്കളെ ആര് മര്യാദ പഠിപ്പിക്കും? ഈ മാതാപിതാക്കന്മാര് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ മക്കളെ വചനത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വലിയ ഒരു മാറ്റമുണ്ടായില്ലെങ്കിൽ അപകടകരമായ ഒരവസ്ഥയിലാണ് യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്, ക്രൈസ്തവ കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിന്മയും അധാർമികതയും അശുദ്ധിയും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നു. എത്രയോ യുവാക്കന്മാരാണെന്നറിയാം ലഹരിക്കടിമ, ലഹരിയുടെ വിൽപ്പന, കഞ്ചാവിന്റെ വിൽപ്പന ഒക്കെ ആയിട്ട്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട്
ഡോക്ടർ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയുകയാണ്, അദ്ദേഹം പഠിച്ച മെഡിക്കൽ കോളേജ്, ഇപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 3-ാം വർഷം 4-ാം വർഷമുള്ള ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾ മയക്കുമരുന്നിനും ലഹരിക്കും അടിമയാണ്. ആ ഡോക്ടറിനോട് പറയണം, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച മറ്റൊരു ഡോക്ടർ അവിടെ അവരെ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ ജോലിയിലുമുണ്ട്. ആ ഡോക്ടർ അവർ പറയുകയാണ്, ഈ മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ തന്നെ ലഹരിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നു, മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അങ്ങനെ അവിടെയും കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പം ക്രൈസ്തവരായിട്ടുള്ള ഈ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. എല്ലാ മേഖലകളിലും വിശ്വാസത്തിന്റെ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുക. ഭിന്നത എവിടെയൊക്കെ? ഇടവകയിൽ ഭിന്നത, ഇടവകയിൽ 2-3 ഗ്രൂപ്പ്, എന്തെല്ലാം പ്രശ്നങ്ങൾ. സമൂഹത്തിലേക്ക് നോക്കിയാൽ വേദന തോന്നുന്ന വിധത്തില്, നമ്മുടെ ഹൃദയമൊക്കെ നൊമ്പരപ്പെടുന്ന വിധത്തില് ഭിന്നതയുടെ ആ ഒരു രൂക്ഷത നമ്മൾ പല വിധത്തിൽ കാണുന്നുണ്ട്. ശരിക്കും പിശാച് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അലർന്ന സിംഹത്തെ പോലെ ദൈവജനത്തെ ചിതറിക്കുവാൻ, സഭയെ ചിതറിക്കുവാനായിട്ട് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് ഒരു മോചനം നമുക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും സഭയ്ക്കും ആവശ്യമുണ്ട്. ദൈവജനം ഉണർന്ന് ദൈവസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കണ്ണുനീരോടെ മുട്ടുമടക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കരമുയർത്തിയാൽ സ്വർഗം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. സഭയിൽ പുതിയ ഒരു ഉണർവ് ഉണ്ടാവും, പുതിയൊരു പെന്തക്കോസ്ത ഉണ്ടാവും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭിന്നത, ഇതിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കും. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം വേണം, കുടുംബങ്ങളിലെ ഭിന്നത വിട്ടുപോകണം, ഇടവകളിൽ ഉള്ള ഭിന്നത വിട്ടുപോകണം, ഞങ്ങളുടെ സഭയിലുള്ള ഭിന്നത വിട്ടുപോകണം. വലിയ ഒരു ആത്മപ്രവാഹം, ഒരു പെന്തക്കോസ്ത അനുഭവം സഭയിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കണ്ണുനീരോടെ നൊമ്പരപ്പെട്ട് മാതാവിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ വായിച്ചത് മാതാവിന്റെ സ്തോത്രഗീതം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ യാത്ര. ആ യാത്രയിൽ നമ്മൾക്ക് എല്ലാ സംരക്ഷണവും പരിശുദ്ധ അമ്മയിലൂടെ കർത്താവ് തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്ന് കരപിടിച്ച് പിടിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഭിന്നതയുടെ ദുരാത്മാവ് വിട്ടുമാറട്ടെ. ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഭിന്നതയുടെ ദുരാത്മാവ് വിട്ടുമാറട്ടെ. ഈശോയെ, പല ഇടവകളിലും ഗ്രൂപ്പ് തിരിഞ്ഞ് ദൈവത്തിന്റെ ജനം ഭിന്നതയിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, സാത്താനെ ബന്ധിക്കണമേ. ദുഷ്ട പിശാച് വിട്ടുമാറട്ടെ, ഭിന്നതയുടെ ആത്മാവ് വിട്ടുമാറട്ടെ. കർത്താവേ, സഭയുടെ മേൽ കടന്നു വരണമേ, സഭയെ ഏറ്റെടുക്കണമേ. സഭയിൽ പ്രവർത്തിക്കുന്ന ഭിന്നതയുടെ ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സഭയിൽ ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ വലിയൊരു ഉണർവുണ്ടാവട്ടെ. ആത്മാവേ, ദൈവാത്മാവേ, കടന്നു വരണമേ, കടന്നു വരണമേ. ബന്ധനങ്ങളെ തീർക്കണമേ, സാത്താന്റെ ശക്തിയെ തീർക്കണമേ, ഉണർവിന്റെ അഭിഷേകം അയക്കണമേ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നീ മാത്രം ഉന്നതൻ. യേശുവേ, യേശുവേ, നീ മാത്രം രക്ഷകൻ.